ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരാറുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത്. സിമ്പിളാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 400 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പീസ് എങ്ങനെ കട്ട് ചെയ്യണോ അങ്ങനത്തെ അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. എങ്ങനെയാലും കുഴപ്പമില്ല, നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാനുള്ളതാണ്. അടുത്തത് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ആദ്യം തന്നെ ഞാനിവിടെ 2 സവാള, അതായത് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അരഭാഗം അത്രയും മതി കേട്ടോ, ഒരുപാട് ക്യാരറ്റ് ഇടണ്ട. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ബോൾ വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഒരുപാട് കൂടണ്ട, വെളുത്തുള്ളി കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വലുപ്പം അങ്ങനെ കുഞ്ഞായി കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പ്രത്യേകം ഞാൻ പറയാണ്, ഞാൻ ഇതിൽ ചേർക്കുന്ന സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമാണ് കേട്ടോ. ഒരു ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നിർബന്ധമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആവശ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കുഞ്ഞു പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ, ഒരു 5 or 6 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും, അതുപോലെ തന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതായത് ക്യുമിൻ സീഡാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഓരോ ടീസ്പൂൺ വീതം, മറ്റതൊക്കെ കുറച്ചായിട്ട് മതി കേട്ടോ, ഒരുപാട് വേണ്ട. പിന്നെ ഒന്നിലും പൊടികൾ ചേർക്കണ്ട കേട്ടോ. ഈ ഒരു മുഴുവൻ കുരുമുളകും അതുപോലെ തന്നെ മുഴുവൻ മല്ലിയും എല്ലാം മുഴുവനായിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്ത നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ സ്റ്റോക്കിൽ ഒരുപാട് ആവശ്യമില്ല. ഓവർ സ്റ്റോക്കിൽ ഉപ്പ് ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു റെസിപ്പിയിൽ നമ്മൾ സ്റ്റോക്ക് ഇടുമല്ലോ, അങ്ങനെയാണെങ്കിൽ അതിൽ കൂടിയുള്ള ഉപ്പ് വരുമ്പോൾ ഇതിൻ്റെ ഉപ്പും കൂടിയായിട്ട് എക്സ്ട്രാ ഉപ്പായിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓവർ ഉപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്തൊക്കെ ചില സ്റ്റോക്കിൽ ഓവർ ഉപ്പായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഫുഡിലാണ് ഇത് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫുഡിൽ ഉപ്പിൻ്റെ അളവ് പ്രത്യേകം കുറക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഇതിൽ എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസും ചിക്കനൊക്കെ ഏതാണ്ട് ഒരു മുങ്ങിക്കിടക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട്. കാരണം നമുക്കിതിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് സ്റ്റോക്ക് കിട്ടണം, എന്നിട്ട് വേണം വറ്റിച്ച് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ല, ഈ ഒരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കേട്ടോ. ഓവർ മുങ്ങണ്ട, ഈ ഒരു രീതിയിൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുരുങ്ങിയത് ഒരു 4 വിസിൽ വരുന്നവരെങ്കിൽ ഇത് വേവിച്ചെടുക്കുക. കാരണം ഓവർ വെന്തിട്ട് തന്നെ നമുക്കിത് കിട്ടണം. നമ്മുടെ ചിക്കൻ്റെ എല്ലിന്ന് ഇറച്ചിയൊക്കെ ഇളകിയിട്ട് ആ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് തന്നെ കിട്ടണം. കാരണം അത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം ഈ ചിക്കൻ നമ്മളിതിൽ എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചിക്കനിലുള്ള മാക്സിമം സൂപ്പ് നമുക്ക് കിട്ടണം, സ്റ്റോക്ക് നമുക്ക് കിട്ടണം. എന്നാലേ നമുക്ക് സ്റ്റോക്ക് നല്ല ടേസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം പറയുന്നത്. അപ്പോൾ 4 or 5 അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതിൽ കുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 4-5 വിസിലൊക്കെ അടിച്ചതിന് ശേഷം പ്രഷർ പോയാലും ഞാൻ ഇപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ല, അത്രയ്ക്ക് എന്താ പറയുക ഒരു കലങ്ങിയ രീതിയിലായിട്ടുണ്ട്, വെന്തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളും അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോക്ക് വാട്ടർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. ഇനി വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ അരിപ്പയിലുള്ള വേസ്റ്റ് ഇല്ലേ, ഇത് നമുക്കിനി ആവശ്യമില്ല, ഇത് നമ്മൾ കളയുക ചെയ്യുക. അപ്പോൾ ആ കളയുന്നതിന് മുന്നേ ആയിട്ട് ഇതിൽ നമുക്ക് എത്ര സ്റ്റോക്ക് വാട്ടർ കിടക്കുന്നുണ്ടോ അത് മുഴുവനായിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. അത്രയ്ക്ക് സമയം എടുത്തിട്ട് തന്നെ ഊറ്റിയെടുക്കുക. അഥവാ നിങ്ങൾ ഇതുപോലെ തണിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ പെയിൻ എടുക്കുന്നതാണെങ്കിൽ കൈ വെച്ചിട്ടങ്ങ് ടൈറ്റ് ചെയ്ത് പെയിൻ എടുക്കുക കേട്ടോ. ഒട്ടും കളയരുത് ഇതിലുള്ള സ്റ്റോക്ക് വാട്ടർ. എന്നിട്ട് ഈ ഒരു വേസ്റ്റ് മുഴുവനായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം കളയാം. പിന്നെ ചിലവർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഈ ഒരു വേസ്റ്റും മിക്സിയിൽ അരച്ചെടുത്തിട്ട് സ്റ്റോക്ക് ക്യൂബ് റെഡിയാക്കുന്നത്. പക്ഷെ എനിക്ക് അതിനോട് അത്രയ്ക്ക് താല്പര്യമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടാറുള്ളത്. ഞാൻ പൊതുവെ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് കളയാം. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് വാട്ടറാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചിക്കനിൽ കിട്ടിയിട്ടുള്ളത്. നല്ല കൊഴുപ്പോട് കൂടിയിട്ട് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ബൗളിൽ കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്ക് നെയ്യൊക്കെ അടങ്ങിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റോക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിലും ഉപയോഗിക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ഏത് ഓയിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ലേ സ്റ്റോക്ക് റെഡിയാക്കുമ്പോൾ. ഓയിൽ ഇപ്പോൾ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വഴറ്റിയിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ തന്നെ മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ആ ഒരു സമയം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴോ ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റോക്ക് വാട്ടർ നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു സമയം വരെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എത്ര അളവ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു അളവ് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. ഈ സൈഡിലൊക്കെ പോകുന്ന കൊഴുപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിങ്ങനെ എപ്പോഴും സ്റ്റോക്ക് വീട്ടിൽ തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, മിക്ക റെസിപ്പീസിലൊക്കെ നമ്മളിത് ചേർക്കുമല്ലോ, മന്തി അതുപോലെ കറികളിൽ കൂടി ചേർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ലല്ലോ, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ ഏത് ഫുഡിലും ഉണ്ടാക്കിയിട്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കുക അല്ലേ. നന്നായിട്ട് ഞാൻ പറയുന്ന അതേ രീതിക്ക് സ്റ്റോറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്കിത് കേടുകൂടാതെ നല്ല രീതിയിൽ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റോട്ട് പറഞ്ഞു തരാം. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ ഇത് സ്റ്റോർ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ഏതാണ്ട് ഒരാഴ്ച മുന്നേ ഞാൻ മായം ചേർക്കാതെ ബീഫ് മന്തി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നൊരു മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് ഇത്രയും മതി കേട്ടോ. ഈ ഒരു കുറുകിയ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണോളം മാത്രം മതി. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പച്ചവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ടപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളിവിടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു സ്റ്റോക്ക് വാട്ടർ. ഈ ഒരു സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കണ്ടില്ല, നന്നായിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇനി ഇടയ്ക്കിടയെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്കൊക്കെ കട്ട പിടിക്കും, അടിക്കൊക്കെ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക ഇതുപോലെ തന്നെ. അപ്പോൾ ഫ്ലെയിമും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ലോയിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ലോ ടു മീഡിയം, അതിൽ കൂടാനേ പാടില്ല. ഇനി നമുക്ക് നന്നായിട്ട് കുറുകി ഒരു ഹൽവയുടെ ഒക്കെ ഒരു ടെക്സ്ചറായിട്ട് എടുക്കണം. ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ ശ്രദ്ധിച്ചിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ നമ്മുടെ പാൻ്റെ സൈഡിൽ കണ്ടില്ലേ പോയി നിൽക്കുന്ന, അത് പോകുന്നത് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല, ഞാൻ ചെയ്യുന്ന പോലെ ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ നല്ല കൊഴുപ്പൊക്കെ ഈ പാത്രത്തിൻ്റെ സൈഡിൽ പോയിട്ട് നിൽക്കും. അപ്പോൾ അതിനെ നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടൊന്നും നഷ്ടപ്പെടാതെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഇനി ഞാൻ ലാസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്നുള്ളത് കാണിച്ചു തരാം.
അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വറ്റി കുറുകുന്ന സമയം കൊണ്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒഴിച്ച് വെക്കാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്ന എന്തെങ്കിലും പാത്രം എടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഐസ് ട്രേ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ട്രേയോ മോൾഡോ എന്തെങ്കിലും മതി കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ക്യൂബ്സ് ആയിട്ട് ഇട്ടിട്ട് കറിയിലും ബിരിയാണിയിലും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ വേറൊരു ഗ്ലാസ് ട്രേയിലും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ടൈറ്റ് ആകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, പാത്രത്തിൽ നിന്നൊരു വിട്ട് കിട്ടുന്ന ഈ ഒരു വടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ല, വിട്ട് കിട്ടുന്ന ഒരു ടെക്സ്ചർ ഇതാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഒരു കുഴിയുള്ള സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ട്രേയിൽ ഞാൻ കുറച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ വേണ്ടിക്കിൽ ഒരു ഗ്ലാസ് ട്രേയിലോ സ്റ്റീൽ പ്ലേറ്റിലോ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കുക. കാരണം നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ ഒരു ട്രേയിൽ മുഴുവനായിട്ട് ഓയിൽ തടവി കൊടുത്തിട്ട് ബാക്കിയുള്ള സ്റ്റോക്ക് കണ്ടില്ലേ, അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ മുഴുവനായിട്ട് ഒട്ടും കളയാതെ വേസ്റ്റ് ആക്കാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലത്തെ ട്രേയിലൊക്കെ എന്തെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഏതാണോ വീട്ടിൽ എന്ത് പാത്രമാണോ ഏത് മോൾഡാണുള്ളത് അതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ചൂടൊക്കെ തണുത്തിട്ടുണ്ട്. ഇപ്പം തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പുഡിങ്ങൊക്കെ പോലെ. ഇനി ജസ്റ്റ് ഒരു ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് വെക്കണ്ട കേട്ടോ. അപ്പോൾ ഉള്ളിൽ നമുക്കൊരു വെള്ളം പോലെ ഇരിക്കും. അങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണ്ട, കാരണം ഫ്രീസറിൽ വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫോയിലോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണം. ഒരു 8 മണിക്കൂർ ചുരുങ്ങിയത് 7 to 8 മണിക്കൂറാണ് കേട്ടോ ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. ഒരു 8 മണിക്കൂറിന് ശേഷം മാത്രം ഇത് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രീസറിലാണേ വെക്കേണ്ട, താഴെയല്ലേ. അപ്പോൾ നമ്മുടെ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ട്രേയിലുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ സ്ക്വയർ ഷേപ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ കുറച്ച് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത പാടാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈറ്റ് പോലെ നിങ്ങൾക്കറിയാമല്ലോ, കട്ടയായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ട്രേയിലുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞു പോവോ അങ്ങനെ ഒരു അളിഞ്ഞു പോവോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അജിനോമോട്ടോ കാര്യങ്ങളും ഫുഡ് കളറോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി ഇതെങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ മിക്ക വീടുകളിലും ഫോയിൽ എന്തായാലും ഉണ്ടാവും അല്ലേ. ഫോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഫോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ ക്യൂബ്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഓരോ ഫോയിലായിട്ട് ഇതുപോലെ നന്നായിട്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഫ്രീസറിലേക്ക് ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി. 1 മാസം വരെ കേട് കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർക്കുന്നില്ലല്ലോ കേടാവാതെ ഇരിക്കാനുള്ള. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രീസറിൽ തന്നെ ഇത് 1 മാസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. ആവശ്യമുള്ളവരെ എടുക്കുക, എന്നിട്ട് ബാക്കി ഫ്രീസറിൽ തന്നെ കെട്ടി വെക്കുക. താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും, കാരണം നമ്മൾ ഇതിലൊരു കെമിക്കലും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ വേറെ ഒരു രീതിക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിങ്ങളടുത്ത് ഒരു അടപ്പുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, ആ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഓരോന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുക. എന്നിട്ട് ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെക്കുക. എന്നിട്ട് വീണ്ടും ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഓരോരോ സ്റ്റോക്സ് വെക്കുക. വീണ്ടും ബട്ടർ പേപ്പർ ഇട്ടിട്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്, ഓരോരോ ഫോയിലായിട്ട്. നിങ്ങൾക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഓരോരോ ഫോയിൽ ടൈപ്പ് ഗോൾഡൻ കളർ പേപ്പറിലായിട്ടല്ലേ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റോക്ക് ഒരു 2 എണ്ണമൊക്കെ ഇടുന്ന സ്ഥലത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്റ്റോക്ക് ഇടുന്നുണ്ടെങ്കിൽ ഒരു 5 6 ഒക്കെ ഇടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന അജിനോമോട്ടോ ഇടുന്നില്ല. അജിനോമോട്ടോ ഇടുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു അല്പം ഇടുമ്പോഴൊക്കെ തന്നെ ടേസ്റ്റ് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നമ്മളിത് ചേർക്കുന്നില്ല. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടില്ല ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് എണ്ണത്തിലും വ്യത്യാസം വരുത്തണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കില്ല. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്